നല്ല സിനിമയായിരുന്നു. ഇമോഷണൽ ഡ്രാമയാണോ? അതെ, ഒരു ഇമോഷണൽ ഡ്രാമയാണ്. ഇന്ദ്രൻസും മുരളി ഗോപിയൊക്കെ നല്ല നല്ല അഭിനയിച്ചിട്ടുണ്ട്. വിജയചാട്ടിലും നല്ല രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. വളരെ ഗംഭീര സിനിമ ഒന്നുമല്ല, പക്ഷെ എല്ലാം ടെക്നിക്കലി വളരെ കറക്റ്റ് ഒരു മൂവി. നല്ല നല്ല സ്റ്റോറി. മൊത്തത്തിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു പടം. ഉറപ്പായിട്ടും ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ ഡെഫിനറ്റ്. ഇന്ദ്രൻസിൻ്റെ അഭിനയമുള്ളൂ. ആണല്ലേ? നല്ല സിനിമ, ഒരു കുഞ്ഞു സിനിമ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ദ്രൻസിൻ്റെയും മുരളി ഗോപി, രാജേഷ് ശർമ്മ, അവരുടെ മൂന്നുപേരുടെ സിനിമയെന്ന് പറയാം. നന്നായിട്ട് ഒരു കുഞ്ഞു സിനിമ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. പിന്നെ ഒരു സ്വർണ്ണ ജ്വല്ലറി കവർച്ച, അതാണ് ഇതിലെ മെയിൻ വിഷയം. കണ്ടിരിക്കാം, വേറെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാം. ഒരു ഒരു നല്ല സിനിമ എന്ന് പറയാം. മൂന്ന് പേര് എന്ന് പറയുമ്പോൾ മുരളി ഗോപി കുറേ നാളുകൾക്ക് ശേഷം മുരളി ഗോപിയെ കാണുന്ന സിനിമയാണ്. മുരളി ഗോപി, ഇന്ദ്രൻസ്, പിന്നെ രാജേഷ് ശർമ്മ എന്ന് പറഞ്ഞ നടനുണ്ട്, പുള്ളി. ഇവർ മൂന്ന് പേരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇമോഷൻ, നമ്മളൊരു ഫാമിലി, അതൊക്കെയാണ് കഥ. ഒരു കവർച്ചയും കൂടെ ഉണ്ട്, സ്വർണ്ണ ജ്വല്ലറി കവർച്ച. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവം കൂടെ ഉണ്ട്. ഒരു സിനിമ, നല്ലൊരു സിനിമ, കാണാം, ആർക്ക് വേണോ കാണാം. കുഴപ്പമില്ലായിരുന്നു. ആവറേജ് അത്രേ ഉള്ളൂ. ഇമോഷണലാണ്. പിന്നെ ഒരു ത്രില്ലർ സംഭവം ഉണ്ട് അതിൻ്റെ അകത്ത്. ത്രില്ലർ മൊത്തത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം. നല്ല സിനിമയാണ്. ഭയങ്കര നന്നായിരുന്നു. വലിയ പ്രതീക്ഷയോടും ഒന്നും കൂടിയല്ല വന്നത്. എന്തോ എനിക്കങ്ങനെ ഒരു വലിയ ഇതില്ലായിരുന്നു. പക്ഷേ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ നല്ലതായിരുന്നു. ഈ മുരളി ഗോപിയാണോ ഇന്ദ്രൻസാണോ മറ്റേ പുള്ളിയുടെ പേരെനിക്ക് പെട്ടെന്ന് വരുന്നില്ല, ഒരു തൊത്തി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്ത അദ്ദേഹം, ഇവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇന്ദ്രൻസിൻ്റെയൊക്കെ ചില നേരത്തെ ആ ഒരു അഭിനയം കണ്ടിട്ട് നമുക്കും കൂടെ കരയുന്ന ആ ഫീലിംഗ് നമുക്കും കൂടെ വന്നായിരുന്നു. വളരെ വളരെ നല്ല ഫിലിമാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു നല്ല ഫിലിമാണ്. അന്ന് ഇമോഷണലാണ്. എന്നാലും ഫൈനലി വന്നിട്ട് നമുക്കത് സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു രീതിയിലുള്ള ഒരു നല്ല ഫീലിംഗ് ഗുഡ് എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ്. നല്ല ലാഗേ ഇല്ല, ഒരു ലാഗും ഇല്ല. നമ്മളിങ്ങനെ ഇരിക്കുമായിരുന്നു, എങ്ങനെയെന്നൊക്കെയുള്ള ഒരു സ്റ്റോറി നമുക്ക് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റോറിയുടെ ഒരു പോക്ക് കണ്ട് പിന്നെ ലാഗിങ്ങേ ഇല്ല, ഒട്ടും ലാഗിങ് ഇല്ല. നല്ല ഫിലിം. നമുക്ക് ഇപ്പം ചില ഫിലിമൊക്കെ നമുക്ക് കണ്ടു എന്ന് പറഞ്ഞാൽ, ചില ഫിലിമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാവാത്ത കുറച്ച് ഫിലിംസൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. പക്ഷേ ഇത് വളരെ നല്ല ഫിലിമാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന് ഭയങ്കര നല്ലതായിട്ടുള്ള ഒരു ഫിലിം. അത് വളരെ നല്ല സിനിമയായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ശരിക്കും കുറേ നാൾക്ക് ശേഷമാണ് അങ്ങനെ നല്ലൊരു കഥാതന്തുവോടുകൂടി ഇങ്ങനെ വന്നിരിക്കുന്നത്. എല്ലാം നല്ല ഇമോഷണലായിട്ടുള്ള ഇതാണ്. നമുക്ക് തുടങ്ങിയാൽ അവസാനിക്കുന്നവരെ തന്നെ കണ്ടിരിക്കാൻ തോന്നും. പ്രത്യേകിച്ച് നമ്മുടെ മുരളി ഗോപിയുടെയും ഇന്ദ്രൻസിൻ്റെയും, പിന്നെ അതേപോലെ വേറൊരു കഥാപാത്രമുണ്ട്, എനിക്ക് പേരറിഞ്ഞുകൂടാ കേട്ടോ, അദ്ദേഹത്തിൻ്റെ സഹചര്യം തൊട്ടിയെന്ന് മറ്റേ വിളിക്കുന്ന ഇതായിട്ടുള്ളതാണ്. എന്തൊരു അഭിനയം എന്ന് അറിഞ്ഞുകൂടാ, നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും അവരുടെയൊക്കെ അഭിനയം. അതിനേക്കാളും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് അതിൽ നമ്മുടെ കഥയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ചില മൂല്യങ്ങളുണ്ട്. അത് കൈവിട്ടുപോയാൽ നമുക്കുണ്ടാകാവുന്നതായുള്ള പ്രയാസങ്ങൾ, അത് മാനസികപരമായിട്ട് അത് വളരെ നമ്മൾ സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ വളരെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അഥവാ ഒരു പ്രശ്നം പറ്റിയാലും ഇതിനെ എങ്ങനെ സാന്ദർഭികമായിട്ട് സമീപിക്കണമെന്നുള്ളത് നമ്മുടെ ഇന്ദ്രൻസിൻ്റെയൊക്കെ ജീവിതത്തിൽ ഇന്ദ്രൻസ് അവതാരണം അത് കാണിച്ചു തരുന്നുണ്ട്. വളരെ നല്ല സിനിമയാണ്, കാണേണ്ട സിനിമയാണ്. ഇറ്റ്സ് എ ഗുഡ് മൂവി, റിയലി ഗുഡ് മൂവി. ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും കാണേണ്ടതാണ്. നല്ല ഫിലിം. കഥാപാത്രങ്ങളൊക്കെ കോമ്പറ്റീറ്റീവായിട്ട് ആക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആപ്റ്റായിട്ടുള്ളവരെ തന്നെയാണ് അവർ തിരഞ്ഞെടുത്തേക്കുന്നതും. അതിൽ രണ്ടുപേര്, മുരളി ഗോപിയും പിന്നെ ഇന്ദ്രൻസും, അവർ രണ്ടുപേരും തകർത്ത് അഭിനയിച്ച സിനിമ. കുറേ നാളായിട്ട് അങ്ങനെ സീരിയസ് മാത്രമായിട്ടൊരു കഥ കണ്ടിട്ടില്ല. സാഹചര്യം കൊണ്ട് കുറ്റകൃത്യം ചെയ്യുന്നു, അതിനെ ന്യായീകരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ എന്നാലും ശരി, ആരും അവരെ കുറ്റപ്പെടുത്തുന്നുമില്ല. കനകരാജ്യം കണ്ടു. നല്ല തിരക്കടില്ലാത്തൊരു സിനിമയാണ്. അതിനകത്ത് പ്രധാന കഥാപാത്രം അല്ല, പ്രധാന നായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ ഇല്ല. ഇന്ദ്രൻസ് ആണോ നായകൻ? കാരണം രണ്ടുപേരും ഈക്വലി ഗുഡായിരുന്നു. നല്ല അഭിനയമായിരുന്നു രണ്ടുപേരുടെയും. അപ്പോൾ ആരുടെയാണ് മോശം ആരുടെയാണ് നല്ല ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അപ്പം നല്ലൊരു എൻ്റർടൈനറാണ്. പിന്നെ എന്താ പറയുക, മാനുഷിക മൂല്യങ്ങളെ ഉയർത്തി കാണിക്കുന്ന ഒരു സിനിമയാണ്.
ഇപ്പം ചില പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പം മോഷ്ടിക്കുന്നു, മോഷ്ടാവാകുന്നു. ആ മോഷ്ടാക്കൾക്ക് പോലും ഒരു പരിഗണന കൊടുക്കുന്ന ഒരു സിനിമയാണ്. ആ സാഹചര്യം കൊണ്ട് അവർ മോഷ്ടിക്കുന്നു, മോഷ്ടാവാകുന്നു. തീർച്ചയായിട്ടും നല്ലൊരു കണ്ടിരിക്കേണ്ട സിനിമയാണ്.